നമസ്കാരം സുഹൃത്തുക്കളെ. ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് അതിൻ്റേതായ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. നിങ്ങളുമായി പിരിഞ്ഞു പോകാൻ ആരൊക്കെയാണോ ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിച്ചത് അവരെല്ലാം ഇപ്പോൾ ഈ വ്യക്തിയെ ചതിക്കുന്നു. ഇനി ഈ വ്യക്തി നിങ്ങളിലേക്ക്. ഇതാണ് ഇന്നത്തെ നമ്മുടെ തലക്കെട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി 24 മണിക്കൂറും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് മാത്രം ഈ വ്യക്തി വലിച്ചടിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിനോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനോ കാലചക്രം അനുകൂലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ തുടക്കം, പല മോശപ്പെട്ട കാര്യങ്ങളുടെയും അവസാനം, നല്ലൊരു കാലചക്രം, കാര്യങ്ങൾക്ക് പുരോഗതി, സന്തോഷ വാർത്തകൾ, ഇതൊക്കെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്. കാരണം ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് തടസ്സപ്പെടുത്താൻ, അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് ഓരോ നിമിഷവും വരാൻ ആഗ്രഹിക്കുമ്പോഴും ആരൊക്കെയാണോ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തടസ്സപ്പെടുത്തിയിരുന്നത്, അകറ്റിയിരുന്നത്, അവരെല്ലാവരും ഇപ്പോൾ ഈ വ്യക്തിയെ ചതിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഒരു താക്കീത് നൽകുന്നത് പോലെ നിങ്ങൾ ഈ വ്യക്തിയെ പണ്ട് മുതൽ തൊട്ട് തന്നെ ഉപദേശിച്ചിട്ടുണ്ടാകാം. കാരണം മോശപ്പെട്ട കൂട്ടുകെട്ടുകളും അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വഴികാട്ടികളുമാണ് ഈ വ്യക്തിയെ ഓരോ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇനിയും ഒരുപാട് പക്വത വരേണ്ട ആവശ്യകതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ വയസ്സിൽ ഇളയതായിരിക്കാം ഈ വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ മൂത്തതാണെങ്കിൽ പോലും ഇവിടെ പ്രായത്തിൽ പ്രശ്നമില്ല. കാരണം പക്വത, അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചിന്തകളും കാര്യങ്ങളും, അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഏതാണ്, പോസിറ്റീവ് വശങ്ങൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും വളരെ നിഷ്പ്രയാസം. പക്ഷെ ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം തീർത്തും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതം ഈ വ്യക്തിക്ക് നന്നായുണ്ട്. അത് പണ്ട് മുതൽക്കേ തന്നെയുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഈ വ്യക്തിയെ ചതിക്കുന്ന കൂട്ടത്തിലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രത്തോളം പാഠങ്ങൾ ഈ വ്യക്തി പഠിച്ചാൽ പോലും അതൊന്നും ഈ വ്യക്തി മനസ്സിലാക്കാനോ അതിനെ മറികടക്കാനോ അതിന്റെ സത്യാവസ്ഥ അറിയാനോ ഈ വ്യക്തി ശ്രമിക്കുന്നില്ല എന്നുള്ളതും കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ തീർത്തും വളരെയധികം ബുദ്ധിമുട്ടേറിയ അവസ്ഥകൾ തന്നെയാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ ഈ വ്യക്തി വളരെ സന്തോഷത്തിലായിരുന്നു. മറ്റു പലവരുടെയും നിയന്ത്രണത്തിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ നിങ്ങളുടെ പ്രവർത്തികൾക്കോ നിങ്ങൾ ഇത്രയും കാലം ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന പല കാര്യങ്ങൾക്കോ പ്രാധാന്യമില്ലാത്ത രീതിയിലാണ്, ഒരു ഒട്ടും തന്നെ വില കൽപ്പിക്കാത്ത രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളെ പരിപാലിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി തിരിച്ചു തന്നത്. അപ്പൊ അതുകൊണ്ട് വളരെയധികം വിഷമത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം നിങ്ങൾ ഇത്രയും ഈ വ്യക്തിക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് വെറും പുച്ഛവും അല്ലെങ്കിൽ ഇഷ്ടക്കേടും അവഗണനകളും മാത്രമാണ്. പക്ഷെ നിങ്ങൾ വളരെയധികം സസൂക്ഷ്മം ഈ വ്യക്തിയെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആവേശം കാണിച്ചപ്പോഴെല്ലാം ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തി. അവരെല്ലാവരും ഈ വ്യക്തിയെ നല്ല രീതിയിൽ ഇപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങളും തെളിവുകളും സിറ്റുവേഷൻസും ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൺമുന്നിൽ വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള വികാരം എന്ന് പറയുന്നത് നിരാശയാണ്. കാരണം നിങ്ങളോട് ചെയ്തു കൂട്ടിയിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള നിരാശകൾ. തീർത്തും ഈ വ്യക്തിക്ക് ചുറ്റിനും വളരെയധികം മൃഗതുല്യരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ചിന്താഗതിയുള്ള വ്യക്തികളാണ് ഈ വ്യക്തിക്ക് ചുറ്റിനുമുള്ളത് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കൂടിച്ചേരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതും നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നും ഉണ്ട്. തീർത്തും നിങ്ങളുടെ സമയമാണ് ഇപ്പോൾ ശരിയായി വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, തീർത്തും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ വിജയം കണ്ടെത്താനാകും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് വ്യക്തമാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ അഹങ്കാരമെല്ലാം പരിപൂർണമായും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് മാത്രം വന്ന് നിങ്ങളിലേക്ക് ഒതുങ്ങി നിങ്ങളുമായി എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആലോചിക്കുന്നത്. പണ്ടൊക്കെ നിങ്ങൾ എത്രത്തോളം സന്തോഷത്തോടെ ഒരുമിച്ച് പോകാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വളരെയധികം യൂണിറ്റിയോട് കൂടി ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകാം എന്ന് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഈ വ്യക്തി വളരെയധികം എതിർ അഭിപ്രായങ്ങളും എതിരായിട്ടുള്ള പ്രവർത്തികളുമാണ് ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം നിങ്ങളുടെ മനസ്സിനെ നല്ല രീതിയിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ അത്രയും നിങ്ങളുടെ മനസ്സ് വേദനിക്കുകയും അതിലേക്ക് വളരെയധികം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ചില ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഈ വ്യക്തി വിചാരിച്ചത് ഈ വ്യക്തി ചെയ്യുന്നതാണ് ശരി, ഈ വ്യക്തിയുടെ കൂടെയുള്ളവരാണ് സത്യം, അവർ പറയുന്നതാണ് സത്യമായ വാക്കുകൾ, നിങ്ങൾ പൊള്ളയാണ്, നിങ്ങൾ കള്ളമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്നിങ്ങനെയൊക്കെയാണ് ഒരു പക്വതയില്ലാത്ത ഒരു വളരെ ചെറുപ്പക്കാര് വിചാരിക്കുന്ന പോലെയാണ് ഈ വ്യക്തി വിചാരിച്ചിരുന്നത്. അതിനെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ കൂടുതൽ തിന്മകൾ ചെയ്യുവാനും പ്രോത്സാഹിപ്പിച്ചിരുന്ന, സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ വ്യക്തിയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ആയിരുന്നു. അതെന്താണോ അത് ഈ വ്യക്തിയിൽ നിന്നും അവർക്ക് കിട്ടിയപ്പോൾ പിന്നെ ഈ വ്യക്തിയെ ചതിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയെ അവോയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഒരു സത്യാവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീർത്തും ഇവിടെ നിങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ പുരുഷൻ എന്ന നിലയിലും നിങ്ങൾ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുമിത്രാദികളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാനായിട്ട്. കാരണം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെ, ഉറച്ച ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് തന്നെ. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഈ ദാമ്പത്യ ജീവിതം വേണ്ട എന്ന് വെക്കാനോ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. കാരണം ഈ വ്യക്തി എന്നെങ്കിലും എല്ലാ തെറ്റുകളും മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു ഉറപ്പായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അതൊരു പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർ യാതൊരു തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. കാരണം അവർ പോലും ഇനി ഈ വ്യക്തി ഒരിക്കലും നിന്റെ അടുത്തേക്ക് വരില്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ ഈ ഒരു കഥ കേട്ട എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുന്നത്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം ഇവിടെ വിജയിച്ചു എന്നുള്ളത് നമുക്കിവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ, അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്, ഇനി അത് പരിപൂർണമായും അത് പോസിറ്റീവായി വിചാരിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ധാരാളം ടോക്സിസിറ്റി സംഭവിച്ചത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ എനർജി ഇപ്പോൾ നെഗറ്റീവ് വൈബ്രേഷനിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തീർത്തും അതിൽ നിന്നും പുറത്തേക്ക് കടക്കണമെങ്കിൽ നിങ്ങളും കൂടെ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചിന്തകളും നെഗറ്റീവാണ്. കാരണം നിങ്ങൾ ഇവരെ പിരിഞ്ഞു പോകുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ അകന്നു പോകുന്നതായിട്ടും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതുമായിട്ടൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ എനർജി വളരെയധികം ലോ ആയിട്ടാണ് കാണപ്പെടുന്നത്.
അപ്പോൾ അത് ഹൈ ആക്കി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും കൂടെ വിചാരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ നിരാശയാണ്. നിങ്ങളോടുള്ള നിരാശ, നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കുള്ള നിരാശ, ഇതാണ് നമുക്കിവിടെ കഴിവതും ഭൂരിഭാഗം എനർജിയുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ ഈ വ്യക്തിയുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ ജോലി ചെയ്യാനോ സ്ഥലം മാറിപ്പോകാനോ വീട് മാറിപ്പോകാനോ ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി ഇരിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശമോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല പോസിറ്റീവ് ആകാനായിട്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സ്ഥലം മാറിപ്പോകാനോ അല്ലെങ്കിൽ വേറെ ജില്ലയിലേക്കോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അബ്രോഡ് പോകാനോ ഒക്കെയുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.